നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ കാണാൻ എന്ത് രസാ. ശരിക്കും അവാർഡ് വാങ്ങേണ്ട കൈകളാണ് ഈ പൂച്ചെണ്ട് പിടിച്ചിങ്ങനെ. കഷ്ടം തന്നെ. ഓ, അപ്പൊ വിസ്മയ്ക്ക് തന്നെ അറിയാം ശരിക്കും അവാർഡ് വാങ്ങേണ്ടത് ശ്യാമയുടെ കൈകൾ കൊണ്ടാണെന്ന്. അർഹതയില്ലാത്ത പലതും കിട്ടുമ്പോ ഇങ്ങനെ അഹങ്കരിക്കുന്നത് അല്പത്തരമാണ്. അത് ഈ വിസ്മയുടെ മിടുക്ക്, എന്റെ മമ്മിയുടെ ബുദ്ധി. ഇവൾക്കൊരു വലിയ കഴിവ് ദൈവം വാരിക്കോരി കൊടുത്തു. എന്ത് ചെയ്യാം, ബുദ്ധി കൊടുത്തില്ല. പക്ഷെ എനിക്കും എന്റെ മമ്മിക്കും ദൈവം തന്നിരിക്കുന്നതേ ബുദ്ധിയാ. അത് ഞങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു. അതാ ഇപ്പൊ ഈ അവാർഡ് എന്നെ തേടി വന്നേ. ഇതിന് പറയുന്നതേ ബുദ്ധിന്നല്ല, കുബുദ്ധിന്ന. എന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലാ. ഇനിയും ഇങ്ങനെ പല നേട്ടങ്ങളും ഞാൻ നേടിയെടുക്കും, സംശയമില്ല. വെറുതെ കഴിവുണ്ടെന്ന് പറഞ്ഞ പോരാ, ആ കഴിവ് ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാൻ കഴിയണം. ആ കോമൺ സെൻസ് ഇവൾക്കില്ല. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചതിയും വഞ്ചനയും ഇതൊന്നും വലിയ മിടുക്കായിട്ടെ അമ്മയും മോളും കാണണ്ട. നേരത്തെ പറഞ്ഞില്ലേ, ദൈവം, ആ ദൈവത്തിന് അത്രയും ശക്തി ഉണ്ടെങ്കിൽ ആ അവാർഡ് അർഹതപ്പെട്ട കയ്യിൽ തന്നെ എത്തും. എന്റെ പേരില് ഏറ്റവും നല്ല ഗായികയ്ക്ക് പ്രഖ്യാപിച്ച അവാർഡ് ഇവൾക്ക് കിട്ടുമെന്നോ? എന്ത് നല്ല നടക്കാത്ത സ്വപ്നോ. ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. സംഭവിക്കാം. ഭാര്യയും ഭർത്താവും കൂടി അതും സ്വപ്നം കണ്ടിരുന്നു. ഇപ്പൊ ഞാൻ പോവാ. അവാർഡ് കിട്ടിയിട്ട് ഇവിടേക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ വരും. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കാം. ഓ അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു. ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവാർഡ് സ്വീകരിക്കുന്നത് ശ്യാമയ്ക്ക് കാണണ്ടേ? ഞാനൊരു ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കാം. പറ്റുമെങ്കിൽ വിളിക്കുകയും ചെയ്യാം. ഉറപ്പായിട്ടും വരണം, കേട്ടല്ലോ? ഈ പൂച്ചണ്ട് ഇത് തന്നെ കളിയാക്കാനാ വിസ്മയെ തന്നത്. പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന കണ്ണൻ ശ്യാമയുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഉറപ്പാ ആ അവാർഡ് ഈ കൈകളിൽ തന്നെ വന്നിരിക്കും. ശ്യാമേ, ഞാനാ പറയുന്ന, താൻ ചെല്ല്. തന്റെ കണ്ണനോട് മനം ഉരുകി പ്രാർത്ഥിക്ക. സത്യമേ ജയിക്കുന്ന ആ കണ്ണൻ തന്നെയാ പറഞ്ഞിട്ടുള്ളേ. ആ കണ്ണൻ തന്നോടൊപ്പം തന്നെ ഉണ്ടാവും. ചെല്ല്, മനമുരുകി പ്രാർത്ഥിക്ക. കണ്ണൻ ശ്യാമയോടൊപ്പം ഉണ്ടാവും.
ആഹാ, മോളെ നന്നായിട്ടുണ്ടല്ലേ അങ്ങളെ? മോളെ സൂപ്പർ. ഇപ്പൊ കണ്ട ഒരു രാജകുമാരി പോലെ ഉണ്ട്. ശരിക്കും ശരിക്കും ഒരു രാജകുമാരി പോലെ തന്നെ ഉണ്ട്. അമ്മ എന്നെ ഇപ്പൊ കണ്ട പെട്ടെന്നറിയില്ല അല്ലേ അങ്കിൾ? ശരിയാ, പെട്ടെന്നറിയില്ല. അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താന്നറിയോ? അമ്മയോ ശ്യാമേച്ചയോ അല്ലാതെ വേറെ ആരും എന്ത് വാങ്ങി തന്നാലും വാങ്ങരുതെന്നാ. അതിന് ഞാൻ മറ്റാരും അല്ലല്ലോ മോളുടെ. അത് ഞാൻ അങ്കിളാ വാങ്ങി തന്നെന്ന് മോൾ അമ്മയോട് പറഞ്ഞാ മതി. അപ്പൊ വഴക്കു പറയില്ലേ? ഇല്ല കേട്ടോ, മോളെ വഴക്ക് പറയില്ല. സത്യാണോ? ആ അതെ മോളെ, അമ്മ വഴക്ക് പറയില്ല. എന്നാ നമുക്ക് പോയാലോ അരുണേട്ടാ? ശ്യാമേ, മോളെ കണ്ട് എനിക്ക് കൊതി തീർന്നില്ല. ശ്യാമയ്ക്ക് പോകാൻ അത്യാവശ്യമാണോ? ആ, പോവാം. ഇനിയും വൈകിയ ശരിയാവില്ല. അവിടെ അപ്പു മാത്രമേ ഉള്ളൂ. എന്നാ ശരി, പോവാം. പോവാം മോളെ. നിക്ക് മോളെ. ആ ആദ്യേട്ടനാ. ഹലോ. ആദിത്യന്, ആ മനസ്സിലായി. നീ എത്രയും വേഗം അഖിലിനെ കൂട്ടി കമ്പനി ഓഫീസിലേക്ക് വരണം. എന്താ കാര്യം? ഒരു എമർജൻസി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. കാര്യമൊക്കെ വന്നിട്ട് പറയാം. അച്ഛൻ പറഞ്ഞിട്ടാ. വേഗം നിങ്ങൾ വരണം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇനി എന്ത് തിരക്കാണെങ്കിലും രണ്ടാളും വേഗം എത്തണമെന്ന് അച്ഛനും അമ്മയെ പറഞ്ഞത്. അല്ല, അത് ഞാൻ വേണമെങ്കിൽ അച്ഛനെ കൊണ്ട് തന്നെ വിളിപ്പിക്കാം. വേണ്ട, ഞാൻ വന്നേക്കാം. ശരി, വേഗം വാ. പക്ഷേ ആദ്യേട്ടാ, ഞാൻ പറഞ്ഞ അഖി കേൾക്കില്ല. ആ ടെൻഷൻ വേണ്ട. അച്ഛനെ അവനോട് സംസാരിക്കും. നീ ചെന്ന് അവനെ കൂട്ടി വന്നാ മതി. ശരി. എന്താ ഏട്ടാ? ഓരോരോ കുരിശുകളെ. ശ്യാമയും മോളും ഒരു ഓട്ടോ ഓടിച്ചു പോക്കോ. അവിടെ കമ്പനിയിൽ എന്തോ അത്യാവശ്യം. വേഗം ചെല്ലാൻ അച്ഛൻ പറഞ്ഞിരിക്കുക. ആ, കുഴപ്പമില്ല, ഞങ്ങൾ പൊയ്ക്കോളാം. അരുണേട്ട് വേഗം ചെന്നോ. ഓട്ടെ മോളെ, അങ്കിളിന് കുറച്ച് തിരക്കുണ്ട്. അങ്കിള് പോവാണോ? മോളെ, അങ്കിൾ പൊയ്ക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.